ഏവർക്കും CSE റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. KS കാർഡ് ബാങ്ക്, അപ്പെക്സ് സൊസൈറ്റീസ് മുതലായ എക്സാമുകൾ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയമാണിത്. എല്ലാവരും തീവ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. PSCയിൽ മുൻപ് നടന്ന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളിലെയും ചോദ്യപേപ്പർ റഫർ ചെയ്താണ് നമ്മൾ ഈ പ്രീവിയസ് ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിൽ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. കാരണം KS കാർഡ് ബാങ്ക്, അപ്പെക്സ് സൊസൈറ്റീസ് മറ്റ് പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും. എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ആ താഴെയുള്ള റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നേരിട്ട് നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: Dash is a multi-state cooperative society engaged in the business of manufacturing and marketing of fertilizers. Option A NAFED, Option B IFFCO, Option C NCHF, Option D none of these. ഉത്തരം ഓപ്ഷൻ ബി IFFCO ആണ്. IFFCO is a multi-state cooperative society engaged in the business of manufacturing and marketing fertilizers. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The red color in the cooperative flag of International Cooperative Alliance stands for dash of cooperation. Option A vision, Option B challenge, Option C growth, Option D courage. The red color of the cooperative flag of ICA stands for dash of cooperatives. ഉത്തരം ഓപ്ഷൻ ഡി കറേജ് ആണ്. ദി റെഡ് കളർ ഇൻ ദി കോപ്പറേറ്റീവ് ഫ്ലാഗ് ഓഫ് ICA സ്റ്റാൻഡ്സ് ഫോർ കറേജ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ ദി ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി ഓൺ 2nd October 1958. ഓപ്ഷൻ എ NAFED, ഓപ്ഷൻ ബി IFFCO, ഓപ്ഷൻ സി NCDC, ഓപ്ഷൻ ഡി NDDB. ഉത്തരം ഓപ്ഷൻ എ NAFED ആണ്. ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ ദി ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി ഓൺ 2nd October 1958. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയും ഏതാണ് കൃത്യമായിട്ടുള്ള ഇയർ എന്ന്. NAFED ആണ് ഉത്തരം. അപ്പോൾ NAFED ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ ദി ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി ഓൺ 2nd October 1958 ആണ് ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം: പാക്സ് ഇൻ കോർപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, ഓപ്ഷൻ ബി പ്രൈമറി അസോസിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി പ്രൈമറി അസോസിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇനി ഉത്തരം നോക്കാം. പാക്സ് ഇൻ കോർപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് ഓപ്ഷനിലെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരമായി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം: LAM stands for ഓപ്ഷൻ എ ലാർജ് സൈസ്ഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി ലാർജ് അഗ്രികൾച്ചർ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഉത്തരം നോക്കാം. LAM stands for ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആറാമത്തെ ചോദ്യം: Societies exempted from the payment of audit fees under Rule 65 subsection 3 is option A societies of which majority or all members are scheduled caste bar scheduled tribe, option B societies having concurrent auditor, option C social welfare societies, option D all of these. Societies exempted from the payment of audit fees under Rule 65 subsection 3 is all of these ആണ് ഉത്തരം. Societies of which majority or all members are scheduled caste and scheduled tribe, option B societies having concurrent auditor, option C social welfare societies. ഇത് മൂന്നുമാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ചോദിച്ച പ്രകാരം all of these ആണ് ഉത്തരമായി വരുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദി രജിസ്ട്രാർ ഷോൾ മേക്ക് ആൻ ഓർഡർ ഫോർ ദി ക്യാൻസലേഷൻ ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റി അണ്ടർ ഓപ്ഷൻ എ സെക്ഷൻ 73, ഓപ്ഷൻ ബി സെക്ഷൻ 74, ഓപ്ഷൻ സി സെക്ഷൻ 72, ഓപ്ഷൻ ഡി സെക്ഷൻ 75. ഉത്തരം പറയാം. ഓപ്ഷൻ ഡി സെക്ഷൻ 74 ആണ് ഉത്തരമായി വരുന്നത്. ദി രജിസ്ട്രാർ ഷോൾ മേക്ക് ആൻ ഓർഡർ ഫോർ ദി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റി അണ്ടർ സെക്ഷൻ 74 ആണ്.
ഇനി അടുത്ത ചോദ്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഈ ചോദ്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. 8ാമത്തെ ചോദ്യം. ദി ഗവൺമെന്റ് ഹാവ് ദി റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ ഡാഷ് പേഴ്സൺസ് ഓൺ ദി കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. The government have the right to nominate not more than 2 persons on the committee of an apex or central society. Option A 2 ആണ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഓപ്ഷൻ എ കോർപ്പറേഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനിസം. ഉത്തരം പറയാം. ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഉത്തരം. അപ്പോൾ ക്യാപിറ്റലിസം ആണ് ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ചൗധരി ബ്രഹ്മപ്രകാശ്? ഓപ്ഷൻ എ എക്സ് മെമ്പർ ഓഫ് പാർലമെന്റ്, ഓപ്ഷൻ ബി ഫോർമർ ജനറൽ സെക്രട്ടറി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എക്സ് മെമ്പർ ഓഫ് പാർലമെന്റ്, ഓപ്ഷൻ ബി ഫോർമർ ജനറൽ സെക്രട്ടറി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ. ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് എനാക്റ്റഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ്. ഓപ്ഷൻ എ ടു ഫെസിലിറ്റേറ്റ് ദി voluntary formation and democratic functioning of cooperatives as people's institutions based on self-help and mutual aid. Option B to enable the people to promote their economic and social betterment. Option C to provide functional autonomy and freedom to cooperatives. ഉത്തരം നോക്കാം. Multi State Cooperative Societies Act 2002 was enacted with the objective. All of these ആണ് ആൻസർ. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ടു ഫെസിലിറ്റേറ്റ് ദി വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്സ് ആസ് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. ടു എനേബിൾ ദി പീപ്പിൾ ടു പ്രൊമോട്ട് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ്. ഓപ്ഷൻ സി ടു പ്രൊവൈഡ് ഫങ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡം ടു കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം. ഇനി 12ാമത്തെ ചോദ്യം. The centennial year of Indian cooperative movement. Option A 1969, option B 2012, option C 2004, option D 2014. Answer option C 2004 ആണ്. The centennial year of Indian cooperative movement is answer 2004. ഇനി 13ാമത്തെ ചോദ്യം. The expert group on agriculture in-depthness was set up in August 2006 under the chairmanship of option A R Radhakrishna, option B A Vaidyanathan, option C A D Gorwala, option D none of these. ഇതിൽ ആൻസർ നോക്കാം. The expert group on agriculture in-depthness was set up in August 2006 under the chairmanship of answer option A R Radhakrishna ആണ്. Which of the following is not a cooperative federation in India? Option A NAFED, option B Mother Dairy, option C IFCO, option D CRIPCO. ഉത്തരം ഓപ്ഷൻ ബി മദർ ഡയറി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ എ നാഫെഡ്, ഓപ്ഷൻ ബി മദർ ഡയറി, ഓപ്ഷൻ സി ഇഫ്കോ, ഓപ്ഷൻ ഡി ക്രിപ്കോ. ഉത്തരം മദർ ഡയറിയാണ്. ഇത്രയുമാണ് സ്പെഷ്യൽ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്സ്. പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയത്. കൂടുതൽ ഒരു പിടി നല്ല പ്രീവിയസ് ചോദ്യങ്ങൾ, എല്ലാ സബ്ജക്റ്റിൽ നിന്നുമുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ വരെ ഞങ്ങളുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. എങ്കിൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എങ്കിൽ ഏവർക്കും നന്ദി.